Good morning. Good morning, ma'am. Good morning, madam. Good morning. Good morning, ma'am. Good morning. Ma'am, prayer. Ma'am, prayer ചൊല്ലട്ടെ. No, one minute. ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. ക്യാമറയ്ക്ക് എന്തോ പറ്റിയില്ല. ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. Yes. Okay. So, good morning once again. Sound ഒക്കെ ക്ലിയർ അല്ലേ? അതെ മാം. അപ്പൊ എങ്ങനെയാ നമ്മളുടെ പ്രയർ ഒക്കെ എങ്ങനെയാ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരെങ്കിലും ഒരാളാണോ അല്ലെങ്കിൽ ഓൾ ടുഗദർ ആണോ? I am here. ആ ശരി. Oh my God, I give it to you. All that I think or say or do, all my work and all my happy study, I will give it to you today. Amen. ഓക്കെ. കേക്കാവോ മാം? ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു. ബിഗിനിങ് ഒക്കെ കേട്ടു. ഒരു മിനിറ്റ്, ഞാൻ സൗണ്ട് ക്ലിയർ ആകാൻ കുറവായിട്ടാണോ നോക്കട്ടെ. കേട്ടോ എല്ലാവരും? ആ കേക്കാം മാം. ആ ഓക്കെ. ഒന്നുകൂടെ ചൊല്ലണോ? ഒന്നുകൂടി ചൊല്ലി നോക്കട്ടെ. ഞാൻ ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. Oh my God, I give it to you. All that I think or say or do, all my work and all my happy study, I will give it to. Amen. Okay. So with ഒരു നല്ലൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് പ്രയർ ലെറ്റ്സ് സ്റ്റാർട്ട് അല്ലേ? വളരെ കുഞ്ഞിതാണെങ്കിലും ഭംഗിയായ ഒരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ ആരംഭിക്കുക. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കയറിയപ്പോ ഐ തിങ്ക് ഒരു 60 above സ്റ്റുഡൻസ് എന്തായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പോ അത് ഒരു 28 ഇൻക്ലൂഡിങ് മീ ആണ്. ഞാനും കൂടി ചേർത്ത് ഒരു 28 പേരാണ് ഇവിടെ കാണുന്നത്. അപ്പോ അങ്ങനെയാണോ? ഇപ്പൊ ക്ലാസ്സിൽ എണ്ണം കുറഞ്ഞു പോയോ? സ്ട്രെങ്ത് കുറഞ്ഞോ? സ്ട്രെങ്ത് കുറഞ്ഞു പോയോ? വെക്കേഷൻ ആയിരുന്നോണ്ടായിരിക്കും ചിലപ്പോ. എന്തായതുകൊണ്ട്? വെക്കേഷൻ ടൈം ആണല്ലോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട്. ഓക്കെ. വെക്കേഷൻസിലായതുകൊണ്ട് കുട്ടികള് ചിലപ്പോ കുട്ടികളെ നോക്കണമായിരിക്കാം, അല്ലെങ്കിൽ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകണമായിരിക്കാം അല്ലെ? മാത്രമല്ല നാളെ ഒരു എന്താ പറയാ ന്യൂ ഇയർ ഡേയും കൂടിയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പുതുവർഷമായിട്ടൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും അവരുടെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ അവരൊന്ന് കാണട്ടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളിപ്പോ സമയം കളയണ്ട. ഓൾറെഡി നമ്മളുടെ കുറച്ച് സമയമൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് ഇത്രയും വലിപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു വലിപ്പമുണ്ടോ എങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഞാൻ കുറച്ചൊന്ന് ബോൾഡ്നെസ് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അത്രയും വലുതായിട്ട് ഇങ്ങനെ ഇരുന്നത് എന്തോ പോലെ. അപ്പൊ അതുകൊണ്ടാണ്. സോ അവർ ചാപ്റ്റർ ഈസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മളുടെ ചാപ്റ്റർ അതാണ്. നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് തേർഡ് യൂണിറ്റ് 3 ആണ് കേട്ടോ. തേർഡ് യൂണിറ്റ് ആണ്. അതിലെ നോട്ട് കിട്ടിയോ എല്ലാവർക്കും? നോട്ട്സ് ഒക്കെ കിട്ടാത്തവരുണ്ടോ?
കയ്യിലേക്ക് വരാത്തവര് നോട്ട് പേജ് നമ്പർ പേജ് നമ്പർ എന്തെന്ന് പറഞ്ഞതാ? ഇതാണോ എന്റെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടില് പേജ് നമ്പർ 10 ആണ്. ശരിയാണ്. ഓക്കെ, അപ്പൊ ശരിയാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ ഡിഫറൻസ് വരാറുണ്ട്, വേരിയേഷൻ വരാറുണ്ട്. അതെന്താണോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. Food is the important necessary thing for every living beings. അല്ലെ, ജീവനുള്ള എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് ഫുഡ്. ഫുഡ് മാത്രം പോരാ, ആ ഫുഡ് ന്യൂട്രീഷ്യസ് ആയിരിക്കണം. നമ്മളുടെ ഡയറ്റ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യേണ്ടത്, അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മള് ഒരു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വി ഹാവ് ടു ഡീൽ വിത്ത് സ്മോൾ ചിൽഡ്രൻ. കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നവരാണ് നമ്മള്. അപ്പൊ അവരുടെ എന്താ പറയാ, പഠനത്തോടൊപ്പം അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം they have to grow with ന്യൂട്രീഷ്യസ് ഫുഡ്, അല്ലെ. നല്ല ബാലൻസ്ഡ് ഡയറ്റില് ന്യൂട്രീഷ്യസ് ഫുഡിലാണ് അവര് വളർന്നു വരേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. കൂടുതലായിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, കുട്ടികളുമായിട്ടൊക്കെ ഡീലിങ്ങിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമ്മൾ ഹൗ വി ടേക്ക് കെയർ ഓഫ് ദം, നമ്മൾ എങ്ങനെയാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ അറിയാം. ഏറ്റവും നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ പാരന്റ്സ്, അല്ലെ. നമ്മൾക്ക് കിട്ടാതെ പോയത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കിട്ടണം, ഏറ്റവും ബെസ്റ്റ് കിട്ടണം എന്ന് നമ്മൾ ഓരോ പാരന്റ്സും ആഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, വാട്ട് ഫുഡ് ടു ബി ഗിവൺ, എന്ത് ഫുഡ് നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിലായിക്കോട്ടെ, അത് ഏത് ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ ഡിസിഷൻ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതൊക്കെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവരിലേക്ക് കൊടുക്കുക. then only we can bring our child healthy, അല്ലെ. എന്നാലാണ് നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ഹെൽത്തി ആയിട്ട് എപ്പോഴും നിൽക്കാനായിട്ട് പറ്റും. സോ ഗ്രോയിങ് ചിൽഡ്രൻ ദേ റിക്വയർ ഹെൽത്തി ഫുഡ്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് വലിച്ചു വാരി കൊടുത്താൽ പോലെ, അവർക്ക് ഹെൽത്തി ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്, പ്രോപ്പർ ഫുഡാണ് കൊടുക്കേണ്ടത് ഫോർ ദർ ഡെവലപ്മെന്റ്, ഫോർ ദർ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ ദർ മെന്റൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം, എന്താ പറയാ, നമ്മളുടെ കുട്ടികൾ വളരുമ്പോൾ അവരുടെ ശരീരം മാത്രം വളർന്നാൽ മതിയോ? ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണോ ആഗ്രഹിക്കുന്നത്? ശാരീരിക വളർച്ച മാത്രമല്ല, ഒപ്പം തന്നെ എന്താ പറയാ, സൈമൾട്ടേനിയസ്ലി ദേ ഹാവ് ടു ഡെവലപ്പ് ബൈ ദെയർ മൈൻഡ്, അല്ലെ. മനസ്സുകൊണ്ട്, മാനസികമായിട്ട്, മെന്റലി ദേ ഹാവ് ടു ഡെവലപ്പ്. അവരുടെ മാനസിക വളർച്ചയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രീ സ്കൂൾ, നമ്മൾ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ വിടുന്നതിന് മുൻപ് തന്നെ ദേ ഹാവ് ടു ഗെറ്റ് ലോട്ട്സ് ഓഫ് ന്യൂട്രിയൻസ് ഫുഡ്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒത്തിരി അടങ്ങിയിരിക്കുന്ന ഫുഡ്. അതുപോലെ തന്നെ എനർജി കൊടുക്കുന്ന, അവർക്ക് ആരോഗ്യത്തോടെ അവർക്ക് നല്ല രീതിയിൽ, നമ്മൾ പറയും പഠിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഫുഡ് കൊടുക്കണ്ട. പഠിക്കുന്ന കുട്ടികൾക്ക് ദേ യൂസ് എന്താ പറയാ 80% ഓഫ് ദ ഫുഡ് ദേ ടേക്ക്. അവര് കഴിക്കുന്ന ഫുഡിന്റെ ഒരു 80% എനർജി എന്തിനു വേണ്ടിയിട്ട്, പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് തിങ്കിങ്ങിന്, ആലോചിക്കാൻ പല കാര്യങ്ങളൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കുന്ന ഫുഡ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി നമുക്ക് ദേ ഗെറ്റ് ഫ്രം ദെയർ ഫുഡ് വാട്ട് ദേ ഈറ്റ് ഓർ ഡ്രിങ്ക്. അവർ കുടിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ന്യൂട്രിയൻസും, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന എനർജിയും അവർക്ക് ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ പറ്റുന്നത് അവർക്ക് ഈ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെയാണ്, അല്ലെ. അതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് തീർച്ചയായിട്ടും. കൊച്ചുകുട്ടികൾക്കൊക്കെ കുറെ വലുതായി കഴിയുമ്പോൾ തന്റെ തലയ്ക്ക് വെല്ലോടത്തുനിന്നൊക്കെ പോയി വാങ്ങിച്ചിട്ട് കഴിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും അധികം കെയറിങ് ചെയ്യേണ്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ്, പ്രീ സ്കൂൾ, അതായത് ബിഫോർ സെറ്റിംഗ് ദം ടു സ്കൂൾ. സ്കൂൾസിലേക്ക്, KG സെക്ഷൻസിലേക്കൊക്കെ അയക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അവരുടെ കാര്യത്തിൽ അവർക്ക് ന്യൂട്രിയൻസ് ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കണം, ഹെൽത്തി ഫുഡ് കൊടുക്കണം, ഹൈജീനിക് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ദാറ്റ് മീൻസ് അവര് എന്താ പറയാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ പെട്ടെന്ന് കൊച്ചുങ്ങൾ വളരാൻ വേണ്ടിയിട്ട് അവരുടെ കുഞ്ഞു വയറിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കുത്തിക്കേറ്റേണ്ട കാര്യമില്ല, അല്ലെ. ആ ഒരു പ്രോപ്പർ സ്റ്റേജസ് അനുസരിച്ചിട്ടാണ് കുട്ടികളുടെ വളർച്ച. ഓരോ സ്റ്റേജസ് ആണ്.
ഇപ്പൊ 1 വയസ്സ് കഴിയുമ്പോൾ, 2 വയസ്സ് കഴിയുമ്പോൾ, 3 വയസ്സ് കഴിയുമ്പോൾ, സോ ആ ഒരു ഇയർലി ഉണ്ടാകുന്ന ചേഞ്ചസിന് അനുസൃതമായിട്ട് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫുഡ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പെട്ടെന്ന് വളരട്ടെ കൊച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്ത് നമ്മൾ എന്താ പറയാ കുട്ടിയുടെ പ്രായത്തിനേക്കാൾ അതിനേക്കാൾ കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതൽ റേഷ്യോയിൽ അവർക്ക് ഫുഡ് കൊടുത്താൽ ആ വളർച്ച വെറുതെ വേറെ രീതിയിലുള്ള വളർച്ചയായി മാറും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കെയർ കൊടുക്കണം. സോ ദ ഫുഡ് ദേ ഈറ്റ് പ്രൊവൈഡ് ദ എനർജി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അവർക്ക് പരമാവധി അവർക്ക് കിട്ടുന്ന ഊർജം ആൻഡ് ഓൾസോ ന്യൂട്രിയൻസ് അത് ആ ഒരു എന്താ പറയാ മിതമായ നിരക്കിലാണ്, ഒരു കോമ്പാക്ട് റേഷ്യോയിലാണ് അവർക്ക് അത് കൊടുക്കേണ്ടത്. ആ ഒരു കോമ്പാക്ട് റേഷ്യോ കീപ്പ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. കുറെ വേണ്ടാത്ത കൊച്ചുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സമയാസമയമൊന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമിതമായിട്ട് ഫുഡ് കൊടുക്കുക. സോ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. പക്ഷെ അതിനേക്കാളേറെ എന്തായിരിക്കും ദോഷമായിരിക്കും ഉണ്ടാകുക അല്ലെ. അപ്പൊ അത്തരം ദോഷങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വി ഹാവ് ടു ഗീവ് ദം proper food in proper quantity which contains more nutrients and also which gives them energy for their activities. അവർ കൊച്ചുകുട്ടികൾ ചെയ്യുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ അവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും അനുസരിച്ചിട്ടുള്ള ഫുഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. ആൻഡ് ദ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്രത്തോളം ഉണ്ട് അതിന്റെ ആ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ന്യൂട്രിയൻസ്. നമ്മൾ ആ കൊടുക്കുന്ന ആഹാരത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് എത്രത്തോളം ഉണ്ട് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് അളക്കുക. അവര് കഴിക്കേണ്ട എത്രത്തോളം ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഈസ് ദർ എനി ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, അവർക്ക് ന്യൂട്രിയൻസിന്റെ എന്തെങ്കിലും കുറവുകളുണ്ടോ, ഇതൊക്കെ മനസ്സിലാവും. അപ്പൊ ന്യൂട്രിയൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കുട്ടികൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഹാപ്പൻ, എന്താ സംഭവിക്കുക, ഈ കുട്ടികള് അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ വയസ്സിനനുസരിച്ച് അവരുടെ ഏജിനനുസരിച്ചിട്ട് ഉള്ള ഫുഡ് നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ they cannot cope up with many situations. അവരുടേതായ ചില സാഹചര്യങ്ങളെ അവർക്ക് എന്താ പറയാ ഫേസ് ചെയ്യാനായിട്ട്. അതായത് കുട്ടികളുടെ വളർച്ച എത്രത്തോളം വേണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ ഓരോ സ്റ്റേജസ് അനുസരിച്ചിട്ടുള്ള ഫുഡും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവരുടെ ഏജിനനുസരിച്ച്, അവരുടെ ഏജ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച്, പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫുഡാണ് അവർക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് അവരുടേതായ ചില അപാകതകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഓരോ കുട്ടികൾക്കും അല്ലെ, അമിതമായ ഫുഡ്. അപ്പൊ സോ we have to be more cared. The teachers and also the parents should be more careful to give or the children how to take their food, അല്ലെങ്കിൽ what quantity of food they require. ഒരു കുട്ടികൾക്കും അവർക്ക് എത്രത്തോളം ഫുഡ് കൊടുക്കണമെന്ന് പാരന്റ്സും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ എത്തുമ്പോൾ ടീച്ചേഴ്സും അതനുസരിച്ച് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സോ ദാറ്റ് they can get proper growth and power. അതനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് അവരുടെ വളർച്ചയും അതുപോലെ തന്നെ അവരുടെ ശക്തിയും ഒക്കെ അവർക്ക് കിട്ടുക. അപ്പൊ രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ റോൾ ഉണ്ട്, ടീച്ചേഴ്സിനും ഉണ്ട് പാരന്റ്സിനും ഉണ്ട്. സോ ആസ് എ മോണ്ടിസോറി ടീച്ചർ, നമ്മൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആകാനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പൊ നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. കുട്ടികളെ എത്രത്തോളം ചില സ്കൂളുകളിലല്ലേ, ഈ KG കിൻഡർ ഗാർഡൻ സ്കൂൾസിലൊക്കെ എന്താ പറയാ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് കുട്ടികൾക്ക് അത്രയ്ക്ക് ഫുഡ് കൊടുത്തു വിടണ്ട. ടീച്ചേഴ്സ് തന്നെ ഇൻഫോം ചെയ്യും പാരന്റ്സിനെ, കുറെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വേസ്റ്റ് ചെയ്യുക, ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ഒതുങ്ങുന്ന രീതിയിലുള്ള ഫുഡാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ് കൂടി കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യുക അവരുടെ ഫുഡ് ടിഫിനകത്ത് എന്നുള്ളതൊക്കെ ടീച്ചേഴ്സ് തന്നെ ഇൻഫോം ചെയ്ത് വിടാറുണ്ട്. സോ അത് അവർ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾക്ക് മനസ്സിലാകും. കാരണം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ചിലപ്പോൾ മാരീഡ് അല്ലാത്തവരൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മാരീഡ് ആണ്. അപ്പൊ ആൻഡ് ഓൾസോ നമ്മൾ ചിൽഡ്രൻസിനെ ഗ്രോ ചെയ്യുന്നവരാ. സോ വി നോ ഹൗ ടു ഗിവ് ദം ഫുഡ്, എത്രത്തോളം ഫുഡ് കൊടുക്കണം, എന്റെ കുട്ടി എത്ര കഴിക്കും, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടോ, ആ കുറവുകൾക്ക് അനുസൃതമായിട്ടുള്ള ന്യൂട്രിയൻസും വിറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങുന്ന ഫുഡാണോ ഞാൻ കൊടുത്തു വിടുന്നത്. സോ ദേ ഹാവ് ടു ബി കെയർഫുൾ. അപ്പൊ അവിടെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരുപാട് റോൾസ് ഉണ്ട്. സോ വി ഹാവ് ടു ഗിവ് ദം കെയർ. അതിന് വേണ്ടിയിട്ടുള്ള കെയറിങ് നമ്മൾ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. സോ അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ, അതിനകത്ത് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ്, കുട്ടികൾക്ക് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വിറ്റമിൻസ്. സോ വി ഹാവ് ടു ഗിവ് ദം ഫുഡ് വിച്ച് ഈസ് വെൽത്തി ഇൻ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റമിൻസ് ആൻഡ് ഓൾസോ മിനറൽസ്. അപ്പൊ ഒരുപാട് വിറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അത് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആര്, പാരന്റ്സ്. ഓക്കെ.
മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അതൊന്ന് വായിച്ചു നോക്കാമോ? നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കണ്ണോടിച്ച് വായിച്ചേ. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. അതിന് ശേഷം നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് ഞാൻ പോകുന്നു. മാം, ആ പറയൂ. ഡെവലപ്പിംഗ് സ്പീഡിലി എന്ന് വെച്ചാൽ എവിടെ? ഡെവലപ്പിംഗ് സ്പീഡിലി. അതാ ഞാൻ പറഞ്ഞേ. നമ്മളെ അവർക്ക് കൊടുക്കുന്ന ഫുഡ്, അതായത് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡില് അതിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ന്യൂട്രിയൻസും എനർജിയും ഒക്കെ കൊടുക്കണം. അല്ലാതെ പെട്ടെന്ന് വളരുക, കാരണം അവരുടെ സ്മോൾ സ്റ്റൊമക്സ് ആണ്, കുഞ്ഞ് വയറാണ്, അവർക്ക് അതിനകത്ത് ഫില്ലാകുന്നതിനേക്കാൾ അധികമായിട്ട് പെട്ടെന്ന് വളരണം എന്നൊക്കെ ഉള്ള ഒരു മോഹം കൊണ്ടൊക്കെ കുറെ അധികമൊന്നും ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ സ്റ്റൊമക്കിന് താങ്ങാൻ പറ്റണം. അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. അപ്പൊ മിതമായ അളവില്, ആവശ്യമായ തോതില് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫുഡ് തന്നെ കുറെ നേരം ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാതെ കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ ഇനി ഒത്തിരി റിച്ച് ആയിട്ടുള്ള, ഒത്തിരി അത്തരം കണ്ടന്റുകൾ കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. മനസ്സിലായല്ലോ? അടുത്ത പാരഗ്രാഫ് പറഞ്ഞോട്ടെ? ഓക്കെ. യെസ്. സോ what is the requirement of food in our human body? മനുഷ്യന്മാരുടെ ശരീരത്തിൽ എന്തിനാ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? That means it is for the normal functioning of our body. നമ്മുടെ ബോഡിയിൽ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മെഷീൻ, അല്ലെ? ഒരു മെഷീൻ പോലെയാണ്. ഒരുപാട് എന്താ പറയാ പാർട്സ്, ഒരു മെഷീനിൽ ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരുപാട്, ഇപ്പൊ നമ്മളൊരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ ഒന്ന് എടുത്ത് നോക്കി, ഒന്ന് സങ്കല്പിച്ച് നോക്കി, അതിനകത്ത് ഒരുപാട് പാർട്സുകൾ ഉണ്ട്. അതിന്റെ ചില പാർട്സുകൾക്കൊക്കെ കേടുപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തേയ്മാനോ ഒക്കെ, ഡിപ്രീസിയേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മെഷീൻ. നമുക്ക് ഒരുപാട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പാർട്ടുകളുണ്ട്. നമ്മുടെ എന്താ പറയാ വയറിനകത്ത്, എന്താ പറയാ നമ്മുടെ ചെസ്റ്റിനകത്ത്, ഉള്ളില് ഒക്കെ ഒരുപാട് പാർട്സ് ഉണ്ട്. ഈ പാർട്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. അപ്പൊ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡിക്ക്, ഹ്യൂമൻ ബോഡിക്ക് ഫുഡ് ഈസ് വെരി വെരി എസെൻഷ്യൽ, അല്ലെ? നമ്മള് ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. ആൻഡ് മാത്രമല്ല അത് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. നമ്മുടെ ബോഡീനെ ടു പ്രസന്റ് ഇറ്റ് ആസ് ഹെൽത്തി, നമ്മളുടെ ബോഡി ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇതിനൊക്കെ നമുക്ക് ആവശ്യത്തിന് ഫുഡാണ് കഴിക്കേണ്ടത്. ആൻഡ് ഇറ്റ് വിൽ നോട്ട് റിക്വയർ എത്ര ആവശ്യമില്ല പറഞ്ഞത് എക്സസീവ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഫുഡിന്റെ അളവുകളൊക്കെ ഇറ്റ് വിൽ ബി മോർ എന്താ പറയാ, it will lead to more dangerous situation. It will lead to more harmful situation. അത് എന്താ പറയാ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. എക്സസീവ് ഫുഡ് ഇൻടേക്ക്, നമ്മൾ അമിതമായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾക്ക് ബോഡിയുടെ ഫങ്ഷനിങ് പ്രോപ്പർ ആക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങള്, സ്റ്റൊമക്കിന്റെ ഡൈജഷൻ പ്രവർത്തനങ്ങള്, അല്ലെ? നമ്മളുടെ റെസ്പിറേറ്ററി, അതായത് നമ്മുടെ ശ്വസനത്തിന്റെ പ്രവർത്തനങ്ങൾ, ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഹാവ് ടു ബി ടേക്കൺ പ്ലേസ് ഇൻ പ്രോപ്പർ മാനർ. അത് കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്തിന് ആണ് നടക്കേണ്ടത്. കുറച്ച് കൂടുതൽ നേരം ഹൃദയമിടിപ്പ് വേണം എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? അതിന് അതിൻ്റെതായ ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റിലാണ് ഹൃദയം ഇടിക്കുന്നത് നമ്മുടെ. അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രവർത്തനങ്ങൾ അത് നടക്കുന്ന ഒരു പ്രത്യേക ഓർഡറിലാണ്. ഒരു മെഷീനാണ് ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് ആവശ്യം വേണ്ട ന്യൂട്രിയൻസ്, പ്രോട്ടീൻസ് ഒക്കെ അതിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള വേസ്റ്റിനെ പിന്തള്ളി കളയുന്നത് വരെ ഒരു ഫങ്ഷനിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഓൾ പ്രോപ്പർ ഫങ്ഷൻസ് കൃത്യമായി നടക്കണമെങ്കിൽ അതിന് എക്സസീവ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് നമ്മൾ കഴിച്ചത് കൊണ്ടൊന്നും നടക്കില്ല. ആവശ്യത്തിന് ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എക്സസീവ് ഫുഡ് ഇൻടേക്ക് വിൽ ലീഡ് ടു harm.
rather than good. അതായത് നന്മയ്ക്ക് പുറമെ ചിലപ്പോൾ വലിയ ഉപദ്രവമായിരിക്കും അതുകൊണ്ട് ഉണ്ടാകുക. സോ വി ഹാവ് ടു റെഗുലേറ്റ് അവർ ഇൻപുട്ട് ഓഫ് ഫുഡ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഇൻപുട്ട് മീൻസ് ഇൻടേക്ക്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മളൊരു റെഗുലേഷൻ, ഒരു കൺട്രോൾ എപ്പോഴും വേണം എന്നാണ് പറയുക. And the quantity of food we take is calculated in calories. നമുക്കറിയാലോ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത് കലോറീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഈ ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. അവര് കഴിക്കുന്ന ഓരോ ഫുഡും അവർ ഫുഡ് കഴിക്കുമ്പോഴില്ലേ, അപ്പൊ ഞാൻ ഇന്ന് എത്ര കലോറി ഫുഡ് ഇൻടേക്ക് ചെയ്തു എന്ന് അവര് മെഷർ ചെയ്യും. കാരണം എന്ത് സാധന കഴിച്ചേ അതിൽ എത്രത്തോളം കലോറീസ് എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് അവര് നോക്കും. എന്നിട്ടാണ് അവര് കഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്ര കലോറി ടു മെയിൻറ്റെയിൻ ദയർ ബോഡി, അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്ര കലോറീസ് ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അവരത് കൃത്യമായിട്ട് പാലിക്കുമ്പോഴാണ് ദേ ക്യാൻ കീപ് ദയർ ബോഡി ബിൽഡിങ് ആൻഡ് ഓൾസോ കീപ് ദയർ ബോഡി ഹെൽത്തി. അവരുടെ ബോഡി ഹെൽത്തി ആക്കി ബോഡി ബിൽഡ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റുള്ളൂ. അവർക്കൊക്കെ അറിയാം നമ്മളൊക്കെ എങ്ങനെയാ, നമ്മൾ ഇതൊക്കെ എത്ര കലോറി ഉണ്ടെന്നും അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്കാണ് സമയമില്ലാത്തത്. കാരണം നമ്മൾ എല്ലാവർക്കും വേണ്ടി ഓടുകയാണ് അല്ലെ, അങ്ങനെയല്ലേ? അതല്ലേ തീർച്ചയായിട്ടുള്ള കാര്യം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ വീട്ടിലുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഓടുമ്പോൾ നമ്മൾ എത്ര കലോറി എടുക്കുന്നുണ്ട് ആർക്കറിയാം. ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കലോറി ചില ദിവസം കിട്ടാൻ പോലും ഇല്ലാത്ത രീതിയിൽ നമ്മള്, അതായത് നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ നേരമില്ലാന്ന് മറ്റുള്ളവരുടെ കാര്യമൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ ഫുഡ് എത്രത്തോളം നമ്മൾ കഴിച്ചു എന്നുള്ളത് ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കലോറീസ്. എന്താണ് കലോറീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫുഡ് ക്വാണ്ടിറ്റി അളക്കുന്നത്. അപ്പൊ എത്രത്തോളം ഫുഡ് ഹാവ് ടു ബി ടേക്കൺ ബൈ ഈച്ച് ഹ്യൂമൻ ബീങ്. ഓരോ മനുഷ്യന്മാരെ എത്രത്തോളം ഫുഡാണ് കഴിക്കേണ്ടത്, അവരുടെ കലോറീസ് ഇറ്റ് ഈസ് ഡിഫറൻസ്, അത് വ്യത്യസ്തമാണ്. കാരണം ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് അക്കോർഡിംഗ് ടു ദ വെയിറ്റ് അല്ലെ, അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് മസ്കുലാർ വർക്ക് എ പേഴ്സൺ ഡു, പിന്നെ ഏജ്, പിന്നെ സെക്സ് ആൻഡ് ഓൾസോ ദ ക്ലൈമറ്റ്. ഓരോ വ്യക്തികളും എടുക്കേണ്ട കലോറീസ് എത്രത്തോളം എന്ന് നിശ്ചയിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളുടെ ബേസിസിലാണ്. ഏതൊക്കെ കാര്യങ്ങളുടെ ബേസിസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് വെയിറ്റ്. ഒരാളുടെ ബോഡി വെയിറ്റ് എത്രത്തോളം ഉണ്ട്, ആ ബോഡി വെയിറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആനുപാതികമായിട്ടുള്ള കലോറീസ് ആണ് ആൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. അത് മാത്രമല്ല കേട്ടോ, മസ്കുലാർ വർക്ക്, നമ്മളുടെ എന്താ പറയാ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയില്ലേ, ചില ആൾക്കാർ ഭയങ്കര എന്താ പറയാ കല്ല് ഇതൊക്കെ വെച്ചിട്ട് വലിയ ശാരീരികമായിട്ടുള്ള അധ്വാനം കൂടുതലാണ്, ഫിസിക്കൽ ജോലികൾ കൂടുതൽ. ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന ജോലിക്കാര്, അതുപോലെ തന്നെ വലിയ വലിയ മെഷീൻസുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെ, ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ, അവർക്ക് ദേ ഹാവ് ടു ടേക്ക് മോർ കലോറീസ്. കാരണം എന്താ, അവരുടെ എനർജി, ഈ പറയുന്ന അവർ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ ഇതൊക്കെ ബേൺ ചെയ്ത് ഇവരുടെ ഈ പറയുന്ന ഫിസിക്കൽ ജോലി കൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. ആ എടുക്കുന്ന കലോറീസ് മുഴുവനും എരിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയാ ബേൺ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എന്താ, ദേ ആർ ഡൂയിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് മോർ. അവർ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരുടെ മസിൽസ് ഒക്കെ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ഞാൻ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുകയാണ്, എനിക്ക് ഇത്രയും അധികം കലോറീസ് ഉള്ള ഫുഡൊന്നും ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, വയലനാക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്റെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അത്രയധികം ഫുഡ് എനിക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, അത്രയധികം കലോറീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ പാർട്സ് എല്ലാം നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കലോറീസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ മസ്കുലാർ വർക്ക് എത്രത്തോളം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലും വി ഹാവ് ടു ടേക്ക് കലോറീസ്. അപ്പൊ അതനുസരിച്ചുള്ള കലോറീസ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ്, പ്രായത്തിനനുസരിച്ച്. ഒരു നല്ല എന്താ പറയാ വളരുന്ന കുട്ടികള് അല്ലെ, അതുപോലെ തന്നെ ഒരു യൂത്തിലേക്കൊക്കെ ഒരു 18+ ഒരു 30 വരെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് നല്ല ഫുഡൊക്കെ കിട്ടണം. കാരണം അവരും ഇതുപോലെ അവര് ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം. അവർ ഒരുപാട് ആക്ടിവിറ്റീസ് പുറത്തൊക്കെ ആണെങ്കിലും ഓടിയും ചടിയൊക്കെ നടന്നൊക്കെ ചെയ്യുന്നുണ്ട്. സോ അവരുടെ ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഏജിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കണം. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ we have to limit or regulate our food intake. തീർച്ചയായിട്ടും നമ്മുടെ ഫുഡ് ഇൻടേക്കില് പല റെഗുലേഷൻസ് നമ്മൾ വരുത്തണം. ഫോർ എക്സാമ്പിൾ ഷുഗർ ഇൻടേക്ക് അല്ലെ, ചായയൊക്കെ പരമാവധി കുറയ്ക്കണം. ചിലർക്ക് ചായയിലും മാത്രം ജീവിക്കുന്നവരും ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ ഏത് സമയവും ചായ കുടിക്കണം, അതൊരു അഡിക്ഷൻ പോലെ അല്ലെ. പക്ഷെ അതൊക്കെ പണ്ടൊക്കെ ഞാൻ ഇത്രയും ചായ കുടിച്ചിരുന്നു പറഞ്ഞാൽ ഇപ്പോഴും അത് തന്നെ
കൊണ്ടുപോയാൽ പറ്റുമോ? ഇല്ല. അപ്പൊ ഷുഗർ ഒക്കെ പെട്ടെന്ന് വരുന്നത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫാറ്റ് ആയിട്ടുള്ള ഫുഡ്, ഫാറ്റ് കൂടുതലുള്ള കൊഴുപ്പും മറ്റു കാര്യങ്ങളും കൊളസ്ട്രോൾ ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സോ അതിനൊക്കെ നമ്മളൊരു റെഗുലേഷൻസ് കൊണ്ടുവരണം. അപ്പൊ ഏജ് എന്ന് പറയുന്നതും നമ്മൾ എടുക്കുന്ന കലോറീസിന്റെ അളവിനെ ബേസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ആൻഡ് ഓൾസോ ദ ക്ലൈമറ്റ്, സെക്സ് എന്ന് പറഞ്ഞാൽ ആൺപെൺ, ആണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫുഡൊക്കെ വേണ്ടി വരും. നമ്മളിപ്പോ വീടുകളിലാണെങ്കിലും ഷെയറിങ് ഫുഡ്, നമ്മൾ ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ ആണുങ്ങളുടെ പാത്രത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലെ. ആൺകുട്ടികളാണെങ്കിൽ കൂടി അവർക്കാണ് കുറച്ച് കൂടുതൽ നമ്മൾ കൊടുക്കുക. ബിക്കോസ് അവര് കുറച്ച് എനർജി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന്. സോ ഏജ്, സെക്സ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഓൾസോ എഫക്ട് ദ കലോറിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ക്ലൈമറ്റ്. നമ്മളുടെ നാട്ടില്, നമ്മളുടെ കേരളത്തിന്റെ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻസിന് ഉതകുന്ന രീതിയിലുള്ള ഫുഡാണ് നമ്മൾ എടുക്കുക അല്ലെ. ദാറ്റ് മീൻസ് 3 നേരം ചോറ് കിട്ടിയാൽ 3 നേരം അരിഭക്ഷണം കിട്ടിയാലും വി ആർ ഓക്കെ. ബിക്കോസ് നമ്മളുടെ ക്ലൈമറ്റ് കണ്ടീഷൻസ് അതിന് ആപ്റ്റ് ആണ്. 3 നേരം ഒക്കെ അരിഭക്ഷണം ഒന്നും കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ലഞ്ച് ഒക്കെ എന്ന് പറയുന്നത് രാവിലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലഞ്ച് എന്ന് പറയുന്നതിനകത്ത് ഒരു ഇച്ചിരി ചിലപ്പോ ഒരു ഉരുളയ്ക്ക് ഉണ്ടാവുള്ളൂ, അത്രയും. അത് നമ്മളുടെ പോലത്തെ അരിയല്ല, അവർക്ക് വേറെ വൈറ്റ് റൈസ് ഒക്കെയാണ്. അതുപോലെ തന്നെ അവർക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വീറ്റ് കൊണ്ടുള്ള ചപ്പാത്തി, അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അല്ലെ. അത് അവരുടെ പാത്രത്തിൽ എന്തായാലും ഉണ്ടാവും. ആൻഡ് ഓൾസോ ദാൽ കറി, പരിപ്പില്ലാത്ത ഒരു പരിപാടി അവിടെ ഇല്ല. അപ്പൊ അത് അവരുടെ ക്ലൈമറ്റ് കണ്ടീഷൻസിന് ദേ ഹാവ് ടു ഇൻടേക്ക് സച്ച് ഫുഡ്. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം. നമ്മളൊക്കെ അവിടെയൊക്കെ പോയാലും ഈ തണുപ്പ് സീസൺസിൽ കൂടുതലും അത്തരം ഫുഡുകൾ നമ്മൾ എന്തായാലും കഴിക്കണം. ഈ അരിയേക്കാളൊക്കെ ഗോതമ്പിനാണ് കുറച്ച് ചൂട് നിലനിർത്താനുള്ള ഇതുള്ളത്. അപ്പൊ നമ്മൾ ആ ഫുഡ് കഴിച്ചാലേ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കേരളത്തിലെ ഫുഡ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് നമ്മളെ എഫക്ട് ചെയ്യും. നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഇതും മറ്റൊരു ഫാക്ടറാണ് വിച്ച് എന്താ പറയാ നമ്മളുടെ കലോറീനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഫുഡ് ഇൻടേക്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ കലോറീസിന്റെ ബേസിസിലാണ്. ആൻഡ് ഓൾസോ ആ കലോറീസ് നമ്മൾ എങ്ങനെയാണത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ്, ഒരാളുടെ വെയിറ്റ്, എമൗണ്ട് ഓഫ് മസ്കുലർ വർക്ക് ആൻഡ് ഏജ്, ക്ലൈമറ്റ്, സെക്സ് എക്സെട്ര. സോ ഈ പറയുന്ന ഇതെല്ലാം വെച്ചിട്ട് when the food is used by the human body. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് കലോറീസ് ഒക്കെ വെച്ച് നമ്മുടെ ഹ്യൂമൻ ബോഡി അത് യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം. എന്താണ് വിളിക്കുക അതിനെ? The process by which food is used in human body. നമ്മളുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് യൂസ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്, ആ ഒരു പ്രൊസീജിയർ, അതിനെ പറയുന്ന പേരാണ് മെറ്റാബോളിസം. മെറ്റാബോളിസം വർദ്ധിപ്പിക്കുക, കുറയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഹണി ഒക്കെ ഉപയോഗിച്ചാൽ മെറ്റാബോളിസം കൂടും അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ആ ഫുഡ് അത് യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? സോ ജസ്റ്റ് റീഡ് ദാറ്റ് പാരഗ്രാഫ് ഓൾസോ. അതും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പാരഗ്രാഫ് വായിച്ചിട്ട് എനി ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ അല്ലേ? യെസ്. നൗ ലെറ്റ്സ് ക്ലാസിഫൈ ഫുഡ്. ഫുഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്. ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറീസിലാണ് നമ്മുടെ ഫുഡിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 3 കാറ്റഗറീസ് ആയിട്ടാണ്. ഏതൊക്കെയാണത്? എനർജി സപ്ലയേഴ്സ്, നമുക്ക് ഊർജം നൽകുന്നത്. ബോഡി ബിൽഡേഴ്സ്, നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്യാനായിട്ട്
ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെ ഈ 3 രീതിയിലാണ് ഫുഡിന്റെ കാറ്റഗറൈസേഷൻ നടത്തിയിരിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന്, ചില ഫുഡുകൾ നമുക്ക് എനർജി തരുന്നതാണ്, അപ്പൊ എനർജി സപ്ലയേഴ്സ്. ചില ഫുഡ് നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാനുണ്ട്, സോ ബോഡി ബിൽഡേഴ്സ്. ദെൻ ചില ഫുഡുകൾ നമ്മൾ കഴിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. സോ ദ കാറ്റഗറൈസേഷൻ ഓഫ് ഫുഡ് ഈസ് ഇൻടു 3: എനർജി സപ്ലയേഴ്സ്, ബോഡി ബിൽഡേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നും അവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് എനർജി സപ്ലയേഴ്സ്. എന്താ എനർജി സപ്ലയർ എന്ന് പറഞ്ഞാൽ? എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എനർജി തരുന്നതാണ്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് എനർജി കിട്ടണം, ടു ഡു സം ആക്ടിവിറ്റീസ്. പല പ്രവർത്തികളും നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ട എനർജി ലഭിക്കുന്ന ഫുഡ് ഐറ്റംസ്. അപ്പൊ എനർജി സപ്ലയേഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഫോർ അവർ ബോഡി. നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ഈ എനർജി സപ്ലയർ ഫുഡുകൾ. മനസ്സിലായോ? എനർജി തരുന്ന ഫുഡുകൾ നമ്മൾ എന്തായാലും കഴിക്കണം, അത് നമ്മുടെ ശരീരത്തിന് വേണം, അത്യാവശ്യം. അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. സം എനർജി ഫുഡ് സപ്ലയേഴ്സ് ആണ്. ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ: വീറ്റ്, മെയ്സ്, സ്റ്റാർച്ചി വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ജാഗറി, ബട്ടർ, ഗീ. ഇതൊക്കെ നമ്മളുടെ എനർജി സപ്ലൈ ചെയ്യുന്ന ഫുഡാണ്. നമ്മള് ആഴ്ചയിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ ഈ പറയുന്ന എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ വീട്ടിൽ നമ്മൾ കഴിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ പറയും, നമുക്ക് അറിയുകയും ചെയ്യാം. കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ എനർജി കീപ്പ് ചെയ്യാനും നമുക്ക് രോഗം വരാതിരിക്കാൻ, റെസിസ്റ്റിംഗ് പവർ ഉണ്ടാകാൻ ഒക്കെ ഇന്ന ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സിറ്റുവേഷൻ, സാഹചര്യം പലപ്പോഴും നമ്മളെ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? മാറ്റി നിർത്തും, അല്ലെ? പിന്നെ അവരുടെ നമ്മുടെ എനർജിയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. പിന്നെ ആരെങ്കിലും നോക്കാൻ വരുമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണോ? നമ്മുടെ ആരോഗ്യവും നമ്മുടെ എന്താ പറയാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നobody will come. ആരും വരില്ല. സോ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽസ്. നമ്മളാണ് നമ്മളെ തന്നെ കീപ്പ് ചെയ്യേണ്ടത്, കെയർ ചെയ്യേണ്ടത്. പല കാര്യങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുമ്പോഴും ചിന്തിക്കുക, നമ്മളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒക്കെ നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു, അല്ലെ? ഓക്കെ, അപ്പൊ വീറ്റ്, മെയ്സ്, സ്റ്റാർച്ചി വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ജാഗറി, പിന്നെ ഗീ, ബട്ടർ, ഇതൊക്കെ നമ്മളുടെ എനർജി സപ്ലയർ ഫുഡുകളാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ ഓർത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുക, അല്ലേ? ദീസ് ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ബോഡി ആൻഡ് ഓൾസോ ഇറ്റ് കീപ്സ് വാം ആൻഡ് ആക്റ്റീവ്. ഇത്തരം ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ വാം ആക്കി വെക്കാൻ, എപ്പോഴും നമ്മളൊരു പ്രത്യേക രീതിയിലാകാനും, അല്ലെ? ഇങ്ങനെ തണുത്ത് മറഞ്ഞൊക്കെ പോകാതിരിക്കാൻ. കീപ്പ് വാം ആൻഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചുറുചുറുക്കും ഉത്സാഹമൊക്കെ ഉള്ളവരൊക്കെ ആക്കി നിർത്താനായിട്ട് ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് സപ്ലൈസ് എനർജി. നമുക്ക് ആവശ്യത്തിന് ഊർജ്ജവും നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ, എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ, അല്ലെ? വാം ആൻഡ് ഹാപ്പിനെസ്, ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഫുഡ് ഘടകങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എനർജി സപ്ലയേഴ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമായിട്ടതാണ് എനർജി സപ്ലയേഴ്സ്. കിട്ടിയല്ലോ? ഒന്ന് വായിച്ചു നോക്കാമോ? എനർജി സപ്ലൈസ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ആ ഓരോ സെന്റൻസും സ്ട്രൈക്ക് ചെയ്യണം. നമുക്കറിയാം എക്സാം സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അല്ലെ? എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ തന്നെ വായിച്ച് കണ്ണോടിച്ച് വെച്ച് വായിച്ചാലാണ് ആ സെന്റൻസുകൾ നമ്മളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുള്ളൂ. അപ്പോഴാണ് നമുക്കത് എക്സാംസിന് എളുപ്പമാകുള്ളൂ. സെന്റൻസ് ഒന്ന് വായിച്ച്, ഞാൻ അർത്ഥം പറയുന്നില്ല, ഓക്കെ? നിങ്ങൾ എന്നെ വായിച്ചു നോക്കാം. മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. യെസ്, പയർവർഗ്ഗങ്ങള്, മറ്റ് സാധനങ്ങളൊക്കെ ഇല്ലേ? പയർവർഗ്ഗങ്ങളും മറ്റൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ എന്താ പറയാ, ബാർലി, ഗോതമ്പ്, ഇതൊക്കെ ഈ സ്റ്റാർച്ച് കൂടുതലുള്ള വെജിറ്റബിൾസ്. ഈ ഒരുതരം വ്യത്യാസമല്ലേ? അരിയല്ലാതെ, അല്ല ഗോതമ്പല്ലാതെ, ഇതൊക്കെ അതിനെ പറയാ, ചോളം. അതന്നെ, ധാന്യവർഗ്ഗങ്ങളെല്ലാം പെടും. എല്ലാം തന്നെ നമുക്ക് എനർജി സപ്ലൈ ചെയ്യുന്ന ഇതാണ്.
കോൺ അല്ലേ? കോൺ. അടുത്തത് ബോഡി ബിൽഡേഴ്സ് ആണ്. ബോഡി ബിൽഡേഴ്സ് എന്താ ബോഡി ബിൽഡേഴ്സ്? അപ്പോ എന്നും അതെ, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബോഡിയെ എന്താ പറയാ, പലതരത്തിലുള്ള ടിഷ്യൂസിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ടിഷ്യൂസിലൊക്കെ ചില എന്താ പറയാ വോൺ ഔട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ടിഷ്യൂസിനൊക്കെ പല ബാധിക്കുന്ന പല രോഗങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് കൂടുതൽ എന്താ പറയാ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഇത്തരം ബോഡി ബിൽഡിങ്ങിന് ആവശ്യമുള്ള ചില കണ്ടന്റുകളുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. ആൻഡ് അതിനകത്ത് മീറ്റ്, ഫിഷ്, മിൽക്ക്, അതുപോലെ തന്നെ ഫാറ്റ് പ്രോഡക്ട്സ് ആണ് കേട്ടോ. FACT അല്ല, FAT ആണ്. ഫാറ്റ് പ്രോഡക്ട്സ് എന്നാണ്. FAC എന്നുണ്ടെന്ന് തോന്നുന്നത്. നിങ്ങളുടെ നോട്ടിൽ ഉണ്ടോന്നൊന്ന് നോക്കിയേക്കാം. ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതിൽ FAT എന്ന് മതി, FAC ഉണ്ട്, സി വേണ്ട. ഡ്രൈഡ് ബീൻസ് അല്ലെ, ഉണക്കിയ മറ്റേ പയർവർഗ്ഗങ്ങളും ബീൻസ്, അതുപോലെ തന്നെ പീസ്, നട്ട്സ്, സിറിയൽസ്, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരും. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് കഴിച്ചാലാണ് നമുക്ക് നമ്മുടെ ബോഡിയെ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനും നമ്മുടെ വോൺ ഔട്ട് ടിഷ്യൂസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ, മാറ്റം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കലകളിലൊക്കെ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ നമ്മുടെ കളകളൊക്കെ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. വിച്ച് ഇൻക്ലൂഡ്സ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളുടെ മിൽക്ക്, ഫിഷ്, അതുപോലെ തന്നെ മീറ്റ്, ഫാറ്റ് പ്രൊഡക്ട്സ്, പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ബീൻസ്, പീസ്, നട്ട്സ്, അതുപോലെ തന്നെ സിറിയൽസ്, ഇതിലൊക്കെയാണ്. ക്ലിയർ ആയോ? ബോഡി ബിൽഡേഴ്സ് മനസ്സിലായോ? എന്താണ് ബോഡി ബിൽഡർ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് എന്തൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുക, ഏതൊക്കെ സാധനങ്ങളാണ് ഈ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. എനർജി ബിൽഡിങ്ങിലും അതുപോലെ തന്നെ എനർജി സപ്ലൈസിനകത്ത് എന്താണ് എനർജി സപ്ലയർ എന്ന് പറയുന്നത്? എനർജിക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ആക്റ്റീവ് ആക്കാനും വാം ആയിട്ടിരിക്കാനും നമുക്ക് എനർജി സപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് എനർജി സപ്ലയേഴ്സ്. അത് ഏതൊക്കെ സാധനത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വേറെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബോഡി ബിൽഡിങ്ങിൽ ഏതൊക്കെ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് അതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ബോഡി ബിൽഡേഴ്സ് വായിച്ചു നോക്കാം. വായിച്ചല്ലോ. യെസ്, അടുത്തത് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് അല്ലെ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ. എന്തോ സംരക്ഷണ ഭക്ഷണം. അതെ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ പല രീതിയിലും, ചിലപ്പോ രോഗങ്ങളിൽ നിന്നാകാം അല്ലെ, നമ്മളെ പല രീതിയിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹ്യൂമൻ ബോഡിയിലെ പല എന്താ പറയാ നമ്മൾ ജീവിക്കുന്ന സർക്കംസ്റ്റാൻസസിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള പല രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ റെസിസ്റ്റ് ചെയ്യാൻ, നല്ല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അതിന് കൂടുതലും നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി, അതുപോലെ തന്നെ ഫിഷ്, മിൽക്ക്, എഗ്, ഇതൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എസൻസുകളുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ പല രീതിയിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. അതാണ്, അല്ലാണ്ട് മറ്റ് സംരക്ഷണമല്ല കേട്ടോ, രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഈ ഹെൽത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ വരാതിരിക്കാനൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന വെജിറ്റബിൾസ്, ഗ്രീൻ ലീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിഷ്, മിൽക്ക്, എഗ്, അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ. ഇന്നത്തെ ഫ്രൂട്ട്സ് ഒക്കെ എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പുറത്തുനിന്നൊക്കെ വരുമ്പോ നമുക്ക് അത്രയും എന്താ പറയാ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനൊക്കെ പറ്റും. പണ്ടൊക്കെ പ്രോവർബ് തന്നെ ഉണ്ട്, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നൊക്കെ പ്രോവർബ് അല്ലെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ ദിവസവും ഒരേ ആപ്പിള് ഇവിടത്തൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ അത് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആകും അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ നിലനിർത്തുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഒരുപാട് കെമിക്കൽസും അതുപോലെ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ഇതൊക്കെ കണ്ടന്റുകളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതൊക്കെ ഇന്ന് നമ്മുടെ അടുത്തേക്കൊക്കെ എത്തുന്നത് അല്ലെ. 10 ദിവസം നമ്മുടെ വീട്ടില് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ചാലും ഒരു മാറ്റമില്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നു പറഞ്ഞ പോലെ ആപ്പിളൊക്കെ അവിടെ ഇരിക്കും
അല്ലെ, കേടുപാടൊന്നും വരുന്നില്ല. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ല. ഒരു ദിവസം വന്ന് പിറ്റേ ദിവസം നമ്മൾ എടുത്തു നോക്കിയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചീഞ്ഞൊക്കെ ഇരുന്ന് വേറെ പാച്ച് പോലെ വന്നിട്ടുണ്ടാവും അല്ലെ. അതാണ് അതിന്റെ പ്രത്യേകത. ബിക്കോസ് അതിനകത്ത് ആ ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് അത് എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളൂ. പ്രൊട്ടക്റ്റീവ് ഫുഡ് ഒന്ന് വായിച്ചു നോക്കുക. പ്രൊട്ടക്റ്റീവ് ഫുഡ്. വായിച്ചല്ലോ. മാം, ഇൻക്ലൂഡ് പ്രൊട്ടക്റ്റീവ് എസൻസ് എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എസൻസുകൾ ഉണ്ടെന്ന് മനസ്സിലായോ? ഈ പറയുന്ന വെജിറ്റബിൾസില് ലീഫി വെജിറ്റബിൾ, അതുപോലെ ഗ്രീൻ ലീഫ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, മിൽക്ക്, ഫിഷ്, ഇതിനകത്തൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എസൻസുകൾ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, യെസ്. അടുത്തത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫുഡ് ആണ്. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫുഡ്, ഫുഡിന്റെ ഘടകങ്ങൾ. ഫുഡിനകത്ത് എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? സോ ഫസ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രോട്ടീൻ ആണ്. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ ഈസ് വെരി വെരി നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം, ഒരു ഘടകമാണ് ഏത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോ അതിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടീനിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ, സൾഫർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രോട്ടീനിൽ. പ്രോട്ടീൻസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അനിമൽ പ്രോട്ടീനും അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീനും. അനിമൽ പ്രോട്ടീൻസ് ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ. അപ്പൊ എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ ഈസ് വെരി നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനകത്ത് ഇത് കണ്ടെയ്ൻസ് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ആൻഡ് എക്സെട്ര എക്സെട്ര ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അത് അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് രീതിയിലാണ് പ്രോട്ടീൻസ് ഉള്ളത്, അനിമൽ പ്രോട്ടീൻസും വെജിറ്റബിൾ പ്രോട്ടീൻസും. എന്തിനാണ് പ്രോട്ടീൻസ് നമുക്ക് വേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾക്ക് ആ പ്രോട്ടീൻസ് വേണ്ടത് ഹ്യൂമൻ ബോഡിയിൽ? പ്രോട്ടീൻസ് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്, നമ്മുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും. ഓക്കെ, ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്. എന്താ? കോശങ്ങൾ. നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങളുടെയും വളർച്ചയ്ക്കും വികസനത്തിനും പ്രോട്ടീൻസ് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, വളരെ നെസസറി ആണ്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ പോയിന്റ് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഐ തിങ്ക് ദർ ഈസ് സം മിസ്റ്റേക്ക് ഇൻ ദാറ്റ് പോയിന്റ്. അത് ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ. ഫോർമേഷൻ ഓഫ് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര. നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള എൻസൈമുകൾ, പലതരത്തിലുള്ള ഹോർമോണുകളുടെ ഒക്കെ രൂപീകരണത്തിന് വേണ്ടി പല എൻസൈംസ്, ഇപ്പൊ ഡൈജഷന് വേണ്ടിയിട്ടുള്ള എൻസൈം, ദഹന പ്രക്രിയ നടത്താനുള്ള എൻസൈമുകളുണ്ട്, അത് ഉൽപ്പാദിപ്പിക്കണം. പല ഹോർമോണുകളുണ്ട്. ഇപ്പൊ നമ്മുടെ തൈറോയിഡിന്റെ എന്താ പറയുക, ഇത് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട്. മറ്റു പല ഹോർമോൺസും ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ചില ഹോർമോൺസ് അധികമായാലും പ്രശ്നം, കുറഞ്ഞു പോയാലും പ്രശ്നം. അപ്പൊ ഹോർമോൺസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻസ് വളരെ അത്യാവശ്യമാണ്. പ്രോട്ടീൻസിന്റെ കുറവ് കൊണ്ട് ഹോർമോണൽ ചേഞ്ചസ് ആളുകളിൽ വരും. ഹോർമോണിന്റെ കുറവ് കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് പോകും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പ്രോട്ടീൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഫോർമേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്, അതിനും പ്രോട്ടീൻസ് ആവശ്യമാണ്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം, ഊർജം നിലനിർത്താനും അതുപോലെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കാൻ, ഊർജം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഒക്കെ പ്രോട്ടീൻസ് ആവശ്യമാണ്. സോ ദീസ് ആർ ദ 3 നെസസറീസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസിന്റെ ആവശ്യകത എന്തിനൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ഈ 3 രണ്ടാമത്തെ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതിനവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അവിടെ എത്തട്ടെ. അപ്പൊ ഏതൊക്കെയാ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് ഫോർമേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്, മൂന്നാമത്തേത് ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാക്കാൻ. അപ്പൊ ഇതാണ് പ്രോട്ടീൻസിന്റെ ആവശ്യം. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസിന് കൊണ്ടുണ്ടാകുന്ന ആവശ്യങ്ങൾ ഇത് 3 ഓക്കെ, നാലാമത്തേത് ഒരെണ്ണം വിട്ടിട്ടുണ്ട്. അത് അവിടെ കറക്റ്റ് ആണോ അല്ലയോ നോക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒന്നുകൂടി പറയുന്നതായിരിക്കും. ഓക്കെ.
യെസ്, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയേ. ആ പ്രോട്ടീൻസ് തുടങ്ങി വായിക്കണേ. പ്രോട്ടീൻസ്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ് തുടങ്ങി വായിക്കണം. വായിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് അപ്പൊ എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ് ആണ് കേട്ടോ. നമ്മുടെ ഫുഡിന്റെ ഘടകങ്ങളാണ്. നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പല ഘടകങ്ങളെയാണ് പറയുന്നത്. ഒന്നാമത്തേത് പ്രോട്ടീൻ ആണ്. സെക്കൻഡ് വൺ ഫാറ്റ് ആണ്. ഫാറ്റ്സ്. എന്താണ് ഫാറ്റ് എന്ന് പറയുന്നത്? ഫാറ്റ് എന്ന് പറയുന്നത് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓയിൽ അല്ലെ. നമ്മൾ ഓയിൽ കൊഴുപ്പ് അല്ലെ, അതിനകത്ത് വരുന്നതാണ് ഫാറ്റ് എന്നല്ലോ കേട്ടോ. FAT തന്നെയാണ് അവിടെ സ്പെല്ലിങ്ങിൽ മാറിപ്പോകുന്നത്. ഫാറ്റ് ആൻഡ് ഓയിൽ കൺസിസ്റ്റ് ഓഫ് ഓയിൽ തന്നെയാണ്. ഫാറ്റ് എന്നാണ് സ്പെല്ലിംഗ് ഒന്നൊക്കെ തിരുത്തണേ. കാർബണ്, ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഓക്സിജൻ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റിനകത്ത് ഓയിൽ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കൂടുതൽ കഴിച്ചാൽ നമുക്ക് ഫാറ്റ്, കൊഴുപ്പാണ് വർദ്ധിക്കുക. അതിനകത്ത് രണ്ട് രീതിയിലുള്ള ഫാറ്റ്സ് ഉണ്ട്. ഫാറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ഇതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സും അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും. അതായത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം, അത് നമ്മുടെ ബ്ലഡിനകത്തുള്ള കൊളസ്ട്രോളിന്റെ ലെവലിനെ, കണ്ടന്റിനെ വർദ്ധിപ്പിക്കും. ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ കൊളസ്ട്രോൾ ലെവൽ ഇൻ അവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡിനകത്ത് ഈ കൊളസ്ട്രോളിന്റെ കണ്ടന്റിനെ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എന്താ പറയാ, ഈ പ്ലാന്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഫാറ്റില്ലേ, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ പോലത്തെ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതേ ഈ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭയങ്കരമായിട്ടുള്ള കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലുള്ളതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ പ്ലാന്റ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അധികം എന്താ പറയാ കൊളസ്ട്രോളോ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടന്റ് ഇല്ലാത്ത, കുറവുള്ളതാണ്. ബട്ടർ, അതുപോലെ തന്നെ ഗീ, എഗ് യോക്ക്, അതുപോലെ ഗ്രൗണ്ട് നട്ട്, മിൽക്ക്, ഫിഷ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫാറ്റ്. ഇതൊക്കെ നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഫാറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനകത്തൊക്കെ കൂടുതലും ഫാറ്റ് കിട്ടാനായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ബട്ടർ, ഗീ, അതുപോലെ എഗ് യോക്ക് അല്ലെ, മഞ്ഞക്കരു, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട്സ്, അതുപോലെ മിൽക്ക്, ഫിഷ് ഒക്കെ. ഇതൊക്കെ ഫാറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫാറ്റ്സിൽ നിന്ന് തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സും അൺസാച്ചുറേറ്റഡ്. പക്ഷെ ഇതിന്റെയൊക്കെ കണ്ടന്റ് ആവശ്യത്തിന് വേണം നമുക്ക് ശരീരത്തിൽ അല്ലെ. എല്ലാം എന്തായാലും ഏത് കണ്ടന്റ് ആണെങ്കിലും അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ബാലൻസ്ഡ് രീതിയിൽ വേണം. ഒന്നും അധികം ആകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ബോത്ത് ആർ ഹാംഫുൾ. കൂടിയാലും ഉപദ്രവകാരിയാണ്, കുറഞ്ഞാലും ഉപദ്രവകാരിയാണ്. ഷുഗർ ഒക്കെ ആലോചിച്ചൊക്കെ, ഷുഗർ ഒരു ആവറേജ് ലെവലിലാണ് വേണ്ടത്. അതിന്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അളവുണ്ട്, അത്രയും വേണം. അതും അക്കോർഡിംഗ് ടു ദ ഏജ് ആണ് കേട്ടോ. പ്രായത്തിന് ആനുപാതികമായിട്ട് അനുസരിച്ച് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒരു ആവറേജ് ലെവലാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ആലോചിച്ചൊക്കെ അല്ലെ, ഒരു വേണം. അത് കൂടുമ്പോ പറയും അയ്യോ എനിക്ക് ഭയങ്കര തൈറോയിഡാ, കൂടുതലാ. ചിലർ പറയും ഭയങ്കര കുറവാ, ഹൈപ്പറും ഉണ്ട് ഹൈപ്പോയും ഉണ്ട്. രണ്ട് രീതിയിലും തൈറോയ്ഡ് ഉണ്ട്. എന്നുവെച്ചാൽ പ്രോപ്പറായിട്ട് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ കുഴപ്പമുണ്ട്, അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളും ചില ആളുകൾക്ക് ഉണ്ട്. സോ അത് രണ്ടും ഹാംഫുൾ ആണ്. പക്ഷെ എന്ത് വേണം? ഇത് വേണം ഒരു ആവറേജ് ലെവലില്. ഏത് ഫാറ്റ്സ് ആയിക്കോട്ടെ, പ്രോട്ടീൻസ് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണം. ആവശ്യത്തിന് കൂടുതലും കുറവും ഹാംഫുൾ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഫാറ്റ്സ് അല്ല, ഫാറ്റ് ആണ്. ഓക്കെ, ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. ഫുഡ്, how or why it is necessary for our human body,
മനുഷ്യ ശരീരത്തിന് എത്രത്തോളം ഫുഡിന് പ്രാധാന്യമുണ്ട്, എന്തിനാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുക, കൊച്ചുകുട്ടികളിലും മുതൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ്, അതിൽ 1-2 പറഞ്ഞുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ. ഇത്രയും വരെ നിന്ന് നിർത്താണ്. അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലെ എടുക്കുന്നുള്ളൂ. ഇവിടെ വെച്ച് നിർത്താണ്. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതും കൂടി എനിക്ക് അറിയണ്ടേ. ഓക്കെ, സോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഈ ചാപ്റ്ററിൽ ഇപ്പൊ ഇത്രയും എടുത്തത് ഭാഗമൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മള് എല്ലാവരും, എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടീച്ചേഴ്സ്, ഇപ്പൊ ഞാനിപ്പോ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ. എല്ലാവർക്കും the way of teaching is not same, അല്ലെ? എല്ലാവരും ഒരുപോലെ എല്ലാം ഒന്ന് ക്ലാസ് എടുക്കുക. If you have any doubts or any confusions, you have to share with me. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്താലേ പറയാം, എനിക്കറിയാൻ പറ്റുള്ളൂ, അല്ലെ? എന്റെ പോരായ്മകള്, എന്റെ ലിമിറ്റേഷൻസ് മറ്റുള്ളവർ പറയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ, അല്ലെ? ഞാൻ ചിലപ്പോ ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാമോ, കുഴപ്പമൊന്നുമില്ല, ഇത് ഷെയർ ചെയ്യാം. സോ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കത് എന്താ പറയാ, മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മാറ്റും. ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത് പരമാവധി നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. സോ വേറെ ടീച്ചേഴ്സിന്റെ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ആയിരിക്കില്ല നമ്മുടേത്, നമ്മളുടെ പോലെ ആയിരിക്കില്ല വേറെ ആളുടേത്. വിൽ ബി ഡിഫറൻസ്, അല്ലെ? എന്തായിരിക്കും, ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. ഞാൻ മനസ്സിലാക്കോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിലോ എന്തെങ്കിലും കാര്യത്തിലോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് തന്നെ പറയാം. ഓക്കെ, ഓപ്പൺ മൈൻഡഡ് ആണ് ഞാൻ. നിങ്ങളുമായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഒരുമിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. ഒരാളെ വഴിയിലിട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുമിച്ച് പോകാം. ഒരുമിച്ച് പോകാമെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തൊക്കെ പറയാം. ഓക്കെ മാം, എനിക്കൊരു ഡൗട്ട്. ആ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ക്ലാസിഫിക്കേഷൻ. ആ, അതെന്റെ ഫോൺ നിന്ന് പോയായിരുന്നു, ഓഫ്ലൈൻ ആയി പോയായിരുന്നു. ഓഫ്ലൈൻ ആയി പോയി. ആ, പറയാം. അതായത് ഫുഡിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? എനർജി ബിൽഡ്. നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രവൃത്തി, നമുക്ക് ഒരു ജോലി ചെയ്യാൻ എന്ത് വേണം? എനർജി. ഞാൻ പറഞ്ഞേക്കാം നമ്പർ. നമുക്ക് നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താ പറയാ, എനിക്ക് എനർജി കിട്ടുന്ന രീതിയിലുള്ള ഫുഡുകളൊന്നും കഴിച്ചില്ലെങ്കിൽ രാവിലെ തന്നെ വന്ന് എന്താ പറയാ തളർന്നൊടിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ക്ലാസ് എടുക്കുകയുള്ളൂ, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾക്ക് എനർജി നൽകുന്ന രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ ആ ഫുഡ് നമുക്ക് കിട്ടുന്നത്, ആ എനർജി കിട്ടുന്നത് എവിടെന്നാ, എന്തൊക്കെ ഫുഡുകൾ കഴിച്ചാലാണെന്നാണ് പറഞ്ഞേക്കണേ. വീറ്റ്, അതുപോലെ ഗോതമ്പ്, ചോളം, ബാർലി, ഇങ്ങനെയൊക്കെ ഉണ്ട്. കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെയാണ് അവർ തന്നേക്കണേ. പിന്നെ സ്റ്റാർച്ചി ആയിട്ടില്ല. സ്റ്റാർച്ചി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർച്ച്, കഞ്ഞിവെള്ളത്തിനകത്തൊക്കെ സ്റ്റാർച്ച് ഇല്ലേ, ഒരു അതില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ, അതൊക്കെ അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിന്, ജാഗറി, ശർക്കര, അതുപോലെ തന്നെ ബട്ടർ, ഗീ ഒക്കെ, ഇങ്ങനെയുള്ളതൊക്കെ. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് എനർജി കിട്ടുന്നു. നമ്മൾ വാം ആൻഡ് ആക്റ്റീവ്, കണ്ട ഇത്രയും ആക്റ്റീവായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം, ചില്ലെന്നും പറഞ്ഞ് നിൽക്കണം. ആ രീതിയിലുള്ളത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള എനർജി സപ്ലയേഴ്സ് ഫുഡുകൾ കഴിക്കേണ്ടത്. ഇതൊക്കെ കിട്ടുന്ന സാധനങ്ങളുടെ പേരാ പറഞ്ഞ വീറ്റ്, മെയ്സ്, സ്റ്റാർച്ചി, വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞത്. ക്ലിയർ ആയോ? വെണ്ടക്ക സ്റ്റാർച്ചിയാണ്. ഓക്കെ, ഷുഗർ ഒത്തിരി കഴിച്ചാൽ രോഗം വരുന്നൊക്കെ പറഞ്ഞു. ഷുഗർ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു. ഇത് ഷുഗർ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ് ഓൾസോ. ഇതൊക്കെ പ്രായത്തെ കൂടി ബാധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മള് കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ എന്താ പറയാ, അവർ എത്ര മിഠായി കഴിക്കുന്നു, അല്ലെ? എല്ലാ ദിവസവും മിഠായി കഴിക്കുന്ന കുട്ടികളുണ്ട്, എല്ലാ ദിവസവും ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം അവർക്കത് വരില്ല എന്നാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഏജ് അതാണ്. അവരത് കഴിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഏജ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഇൻടേക്കില് നമ്മളിപ്പോ എന്താ പറയാ, ചോറ് കഴിച്ചാൽ അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ട്. പിന്നെ ചായകൾ ഒരുപാട് പ്രാവശ്യം കുടിക്കുമ്പോൾ അതിന്റെ ഷുഗർ കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡ്യൂസ് ഓൾറെഡി ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഷുഗർ കണ്ടന്റ് കൂടാതെ നമ്മൾ എക്സ്ട്രാ കൂടുതൽ കഴിക്കുമ്പോൾ അതാണ് അവിടെ ബാലൻസ്ഡ് ആകാതെ അമിതമായി പോകുക. അപ്പൊ ജാഗറി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും എടുത്ത് കഴിക്കാനല്ല. ഇതിന്റെയൊക്കെ കണ്ടന്റ് നമ്മളുടെ ഏജിനനുസരിച്ച്, ഹൗ ഓൾഡ് വി ആർ, നമ്മൾ എത്രത്തോളം പ്രായമുള്ളവരാണ്. ഒരു 40-45 കഴിയുമ്പോഴേക്കും പതുക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. നേരത്തെ ഞാൻ 5 ചായ കുടിച്ചിരുന്നത് ദിവസത്തില്, ഇപ്പൊ ഞാനത്
2 കുറയ്ക്കണം. ഒരു 60 വയസ്സാകുമ്പോഴേക്കും ചായ തന്നെ കുടിക്കാനും പാടില്ല, അതൊക്കെ ഓർമ്മയിൽ മാത്രം ആക്കി മാറ്റണം. ഇത്രയൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ അപ്പൊ കഴിക്കുമ്പോ തന്നെ അങ്ങനെ ഷുഗർ കണ്ടന്റ് കൂടുതലല്ല. അത് ബോഡി ബിൽഡർ ആണ്, ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മുടെ ബോഡിയെ എന്താ പറയാ സ്ട്രോങ് ആക്കി വെക്കാൻ അല്ലെ, അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫുഡ് കണ്ടന്റുകളാണ് മീറ്റ്, ഫിഷ്, മിൽക്ക്, അതുപോലെ തന്നെ ഫാറ്റ് പ്രോഡക്ട്സ്. ഈ കൊഴുപ്പുള്ള പ്രോഡക്റ്റുകളൊക്കെ, ഡ്രൈഡ് ആയിട്ടുള്ള എന്താ പറയാ കടല, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങള്, നട്ട്സ്, പല ധാന്യങ്ങള്, സിറിയൽസ് എന്ന് പറഞ്ഞ ധാന്യങ്ങള്, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെട്ട ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ പറയും കുട്ടികളോട്, വെറുതെ എപ്പോഴും ഈ ചിക്കനും മീനും മാത്രം കഴിച്ചാൽ പോരാ, ഇടയ്ക്ക് പയറൊക്കെ കഴിക്കണം അല്ലെ, ചെറുപയറൊക്കെ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനൊക്കെ നല്ലതാണ് എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ കഴിച്ചാലാണ് നമ്മുടെ ബോഡിയെ നമ്മള് കൃത്യമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്റീവ് ഫുഡ് മീൻസ് വിച്ച് പ്രൊട്ടക്ട്സ് അവർ ബോഡി ഫ്രം അൺഹെൽത്തി ഡിസീസസ്. നമുക്ക് അനാരോഗ്യകരമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫുഡാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സ്, മിൽക്ക്, ഫിഷ്, എഗ്, ഇതൊക്കെ നമുക്ക് കഴിക്കാം ആവശ്യമുള്ള രീതിയിൽ. അമിതമായി കഴിക്കാനല്ല, എല്ലാം ആവശ്യത്തിന്, നെസസറിക്ക് വേണ്ടി മാത്രം. ആവശ്യത്തിനാണ് നമ്മൾ കഴിക്കേണ്ടത്. അനാവശ്യമായിട്ട് ഒരുപാട് വാരി വലിച്ച് കഴിച്ചാൽ നമുക്ക് അതാണ് നേരത്തെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്, അത് ചിലപ്പോ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്. ക്ലിയർ? ഇപ്പൊ നമുക്ക് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബിഫോർ ലീവിംഗ് ഓക്കെ. അപ്പൊ ഓരോ ദിവസവും പ്രയർ ഒക്കെ ചൊല്ലുക. ഇന്നിപ്പോ അച്ചു ആണ് ചൊല്ലിയത്, ആൻഡ് ടുമോറോ അങ്ങനെ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണോ, അതെങ്ങനെയാത് എനിക്ക് അതിന്റെ കാര്യം അറിയില്ല. ബിക്കോസ് I am a newcomer in Montessori teachers training. നിങ്ങൾക്കാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങുന്നത്. ഞാനിവിടെ പുതിയതാണ്, ഇതെനിക്കൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്. ഞാൻ നേരത്തെ വേറെ കോഴ്സുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിന് എനിക്ക് ഭാഗ്യം കിട്ടിയത് നിങ്ങളുടെ മോണ്ടിസോറി 20th ബാച്ചിനോടാണ്. ഓക്കെ, അപ്പൊ അതില് എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇതിലും ഒന്ന് ചെയ്ത് നോക്കണം. സോ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഒന്നും പറ്റില്ല. പക്ഷെ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കിയാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് കയറി വന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ആദ്യത്തെ കുട്ടികളാണ് നിങ്ങള്. ഞാൻ കുറെ നാളായി ഇങ്ങനെ മോണ്ടിസോറിയിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എനിക്കിപ്പോ ഇപ്പോഴാണ് അതിന് എല്ലാ സർക്കംസ്റ്റാൻസസും ഒത്തു വന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ആദ്യത്തെ കൊച്ചുങ്ങളാണ് നിങ്ങള്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങളാ എന്നോട് പറയണ്ടേ. സോ എനിക്ക് കഴിയില്ല. ഓക്കെ, താങ്ക് യു. ആൻഡ് ഓൾസോ വരാനിരിക്കുന്ന ഇന്ന് കഴിഞ്ഞാൽ നാളെ നമുക്കൊരു പുതിയ ഒരു വർഷമാണ്. ബിഗിനിങ് ഓഫ് എ ഇയർ ആണ് അടുത്ത ദിവസം. അപ്പൊ നിങ്ങൾക്കും ഒരു ബിഗിനിങ് ഓഫ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ അവസരം കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്ന് പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഫിസിക്കലായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ എന്താ പറയാ ലൈഫിലൊക്കെ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എല്ലാവരും വേഗം തന്നെ ജോലിയിലൊക്കെ പ്രവേശിക്കണം. അതാണ് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റം. അതിനു വേണ്ടിയിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് ദ എൻഡ് ഓഫ് ദിസ് ഇയർ. 2025 അവസാനം നമ്മൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് കടന്നു. 2026 നിങ്ങൾക്കൊരു പുതിയ ജീവിതം, നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന് എല്ലാ രീതിയിലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഓൾസോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ. നമ്പർ വേണോ? നമ്പർ വേണോ? ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നമ്പർ വേഗം പറയാം, ഒന്ന് വേഗം നോട്ട് ചെയ്തു. 8943571669. ക്ലിയർ ആയി കിട്ടിയോ ആർക്കെങ്കിലും? കിട്ടി. 8943571669. Okay, so see you. Love you all. Thank you. Thank you, ma'am. Thank you. Ma'am.
താങ്ക് യു